ചൊവ്വാഴ്ച തുടങ്ങിയ കാട്ടുതീ തെക്കൻ കാലിഫോർണിയ കറുത്ത പുകയിലാഴ്ത്തി കത്തിപ്പടരുകയാണ് ഇപ്പോൾ. സംസ്ഥാനം ഇപ്പോൾ മഹാദുരന്തമായി പ്രഖ്യാപിച്ച കാട്ടുതീ കെടുത്താൻ നിരവധി തടവുകാരെ ഉൾപ്പെടുത്തി സേന സജ്ജീകരിച്ചിരിക്കുകയാണ്. ഇതിൽ 1000 പുരുഷന്മാരും സ്ത്രീകളുമാണ് പ്രധാനമായും ഉൾപ്പെടുന്നത്. കാലിഫോർണിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറക്ഷൻസ് ആൻഡ് റീഹാബിലിറ്റേഷൻ നേതൃത്വത്തിലുള്ള കാട്ടുതീക്കെതിരെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമായും തടവുകാരും ഈ സേനയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കാലിഫോർണിയയുടെ സമ്പന്നതയെ കൂടി വെല്ലുവിളിച്ചുകൊണ്ടാണ് നിലവിൽ കാട്ടുതീ പടരുന്നത്. 288 കോടി രൂപ വിലമതിക്കുന്ന ബംഗ്ലാവ് കത്തിനശിക്കുന്ന ദൃശ്യം നേരത്തെ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതുകൂടാതെ നിരവധി വില കൂടിയ വീടുകളും കത്തിനശിക്കുകയുണ്ടായി. എന്നാൽ 10,000-ലധികം കെട്ടിടങ്ങളും അതുപോലെ 37,000 ഏക്കർ സ്ഥലവും ഈ ദുരന്തത്തിൽ മുഴുവൻ കത്തിനശിച്ചു. ഈ കാട്ടുതീയിൽ 11 പേർ മരിച്ചതായും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ 939 ഫയർ ക്യാമ്പ് അഗ്നിശമന സേനാംഗങ്ങളും 110 സ്പോർട്സ് സ്റ്റാഫുകളും ഉൾപ്പെടെയാണ് ഈ പോരാട്ടത്തിൽ പ്രവർത്തിക്കുന്നതെന്നും കാലിഫോർണിയയിലെ കറക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വകുപ്പ് വെള്ളിയാഴ്ച NPRന് നൽകിയ പ്രസ്താവനയിൽ വെളിപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, തടവുകാരെ സേനാംഗങ്ങളായി ഉപയോഗിക്കുന്ന രീതി എന്നത് കാലിഫോർണിയയിൽ പുതിയതല്ല. നൂറ്റാണ്ടുകളായി രാജ്യത്തുടനീളം നിലനിൽക്കുന്ന അടിയന്തര സാഹചര്യങ്ങളിലും അതുപോലെ ദുരന്തങ്ങളിലും പ്രവർത്തിക്കുന്നതിനായി ഇത്തരത്തിൽ ജയിൽ തൊഴിലാളികളെ കാലിഫോർണിയ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ 1915 മുതൽ തടവിലാക്കപ്പെട്ട അഗ്നിശമന സേനാംഗങ്ങളെയാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് കാലിഫോർണിയ കൂടുതലും തിരഞ്ഞെടുക്കുക. ഇതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് പ്രതിദിനം $5.80-നും 10.24-നും ഇടയിൽ ശമ്പളം നൽകുന്നതെന്നും കാലിഫോർണിയ അധികൃതർ വെളിപ്പെടുത്തുന്നുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിലും മറ്റും അധിക വേതനം നൽകുകയും ചെയ്യുന്നതായിരിക്കും. എന്നാൽ CDRC പ്രധാനമായും വെളിപ്പെടുത്തുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ വോളണ്ടിയറായി പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ജയിൽ ശിക്ഷ കുറയ്ക്കാൻ സഹായിക്കുന്ന ടേം ക്രെഡിറ്റുകൾ നേടാൻ കഴിയുമെന്നാണ്. പക്ഷേ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട തടവുകാർക്ക് പങ്കെടുക്കാൻ യാതൊരുവിധ അർഹതയില്ലെന്നും അവർ കൂട്ടിച്ചേർക്കുകയുണ്ടായി. മഹാദുരന്തമായി പരിണമിച്ച കാട്ടുതീ കാലിഫോർണിയയുടെ സിവിലിയന്മാരുടെ ജീവനും സ്വത്തിനും കൂടിയാണ് യഥാർത്ഥത്തിൽ വെല്ലുവിളി ഉയർത്തുന്നത്. തീ കെടുത്താനുള്ള പോരാട്ടത്തിൽ സംസ്ഥാനവും നാഷണൽ ഗാർഡും കാനഡയിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങളും ഉൾപ്പെടെ 75,000-ലധികം എമർജൻസി ഉദ്യോഗസ്ഥരെയും ഫസ്റ്റ് റെസ്പോണ്ടന്റ്മാരെയും സംസ്ഥാനം വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിയന്ത്രണ വിധേയമാകാതെ കാട്ടുതീ കാലിഫോർണിയ മൊത്തത്തിൽ കത്തി നശിപ്പിക്കുകയാണ് ഇപ്പോഴും.